ഹലോ. ഗുഡ് മോർണിംഗ് ആ മാഷേ. ഗുഡ് മോർണിംഗ്. മാഷേ, ഇന്ന് എനിക്ക് ഓഫീസിൽ കുറച്ച് തിരക്കുള്ള ദിവസമാണ്. ഇറങ്ങാനും കുറച്ച് വൈകും. അത്യാവശ്യമാണോ? അല്ല, കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു, അത്രേ ഉള്ളൂ. അതെ സഫിയ, ഓ, ഞാൻ ഇന്ന് നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ടേ. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഓഫീസിലേക്ക് വരാം. വരി മാഷേ. മാഷിക്ക് ബുദ്ധിമുട്ടായെങ്കിലും വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പറയാതിരുന്നതാ. ഹാ ഹാ. ഞാൻ ലൊക്കേഷൻ വാട്സപ്പ് ചെയ്ത് തരാം. ഓ മതി മതി. ഓക്കെ, ശരി. താങ്ക് യു. ചില്ലറില്ല. ശ്രീനിവാസൻ സർ. ഹലോ സർ. ഹായ്. സഫിയ മാഡം പറഞ്ഞിരുന്നു വരും. ഓഹോ. ഏതായാലും സാർ എടുത്ത തീരുമാനം പെർഫെക്റ്റ് ആണ്. സർ ഇരിക്കൂ സർ. സഫിയ മാഡം ഇപ്പോൾ വരും. സർ പ്ലീസ് ഇറ്റ്. ഹലോ. സർ ഇത് ഓക്കെ അല്ലേ? ഇത് കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. സർ ഇത് ഓക്കെ അല്ലേ? മാഷേ, സാറിന് ഓക്കെ ആണെങ്കിൽ വെൽക്കം. ഇതുമായിട്ട് മുന്നോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഓഫീസ്. മാഷേ, വരെ നമുക്ക് അകത്തേക്ക് സംസാരിക്കാം. വരി. ഒരെണ്ണം കാണിച്ചില്ലേ? തൊട്ട് മുമ്പ് മാഷെ കാണുന്ന ഓരോ മീറ്റിങ്ങിലും ഞാനിത് പറയണമെന്ന് വിചാരിക്കും, പക്ഷെ ഓരോ തവണ അത് കലങ്ങി. പക്ഷെ മാഷിനെ ആദ്യം കണ്ടപ്പോഴേ എൻ്റെ മനസ്സിലൊരു ഡിസൈൻ ഉണ്ടായിരുന്നേ. പ്ലീസ് ചെക്ക് ദിസ്. എങ്ങനെയുണ്ട് മാഷേ? എന്ത് തോന്നുന്നു മാഷേ? വിഗ് വയ്ക്കുന്നതിന് ആവശ്യമായ യാതൊരു കൗൺസിലും മാഷിന് ആവശ്യമില്ലെന്ന് എനിക്കറിയാം. യു ആർ സ്ട്രോങ്. ചേട്ടാ, 45 പൊറോട്ട, 20 ബീഫ് ഫ്രൈ, 15 അൽഫാം, പക്ഷെ ക്വാർട്ടർ പീസായിട്ട് കട്ട് ചെയ്യണേ. പിന്നെ 2 ഗീ റൈസും കൂടി. പിന്നെ വേട്ടാ, നിങ്ങൾ ഒരുപാട് സീരിയസ് ആവില്ലേ? മയനേസ് കുറച്ച് കൂടുതൽ വെച്ചോ. അമ്മേ, ഇത് ചേച്ചി മൈനസ് ഓർഡർ ചെയ്യണു. അമ്മേ, ചേച്ചി മയനേസ് ഓർഡർ. എന്തേലും കഴിച്ചിട്ട് പോടേ, ഉണ്ടാക്കിയത് കളയണ്ട. ഓഫീസിലെ ഫുഡ് ഞാൻ ചേച്ചിയല്ലേ, നമ്മുടെ ഫുഡൊന്നും പറ്റൂല അമ്മേ. നിനക്കെന്ന് ക്ലാസ് ഇല്ലേ? പോയി കുളിക്കടി. ചായ. നീ ഇന്നാ രവി പറഞ്ഞ ആളെ കാണാൻ പോകാൻ മറക്കരുത് കേട്ടോ. 4 മണിക്കാ ഞാൻ പോവാമേ. എനിക്ക് ഓഫീസിൽ പോകാൻ ലേറ്റാണ്. ഞാൻ പോവാം. സമയം എന്തായി നോക്ക്. വേഗം വന്നു, നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ.
ബ്ലാക്ക് സാരി സൂപ്പർ ആയിട്ടുണ്ട് ബ്രൊക്കേഡ് ബ്ലൗസ് ഒക്കെ ഞാൻ ഒരു ടോപ്പ് എടുക്കാൻ പറ്റുന്നു. ഏയ് മുടിയൊന്നും വെച്ചിട്ടില്ല. നീ എന്താ ലേറ്റ് ആയി ട്രാഫിക് ആയിരുന്നു. എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാണ്. ചേച്ചി കുതിരയുണ്ടല്ലേ കൊടുത്തിട്ട് എന്ത് ബോറാണിത്. ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്ക്. പെണ്ണുങ്ങളെ എല്ലാരും ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്നോളി. ഇതാ ഇതുപോലെ ഈ ചേട്ടനൊന്നും ഇങ്ങോട്ടൊന്ന് അമ്മയുടെ കാര്യം എന്താടോ കുറെ നേരം ആയാലും അമ്മ വിളിക്കണു. അച്ഛൻ്റെ ഫ്രണ്ട് വരെ ഒരു കുരുക്ക പെണ്ണാണ്. ഇന്ന് വൈകിട്ട് നില പാർക്കിൽ പോയി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലേ നല്ലത്, വീട്ടിലിരുത്തി വെറുതെ മിച്ചർ ഞാൻ കൊടുക്കണ്ടല്ലോ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ചേച്ചി. ഹലോ ഹലോ, ഞാനിവിടെ പാർക്കിലുണ്ട്. ഇവിടെ ഒരു അത്തിമരം ഇല്ലേ, ഞാൻ അതിൻ്റെ താഴെയുണ്ട്. ഇവിടെ ഒരു തടിച്ച കുട്ടിയെ മാത്രമേ കാണുന്നുള്ളൂ. അത് ഞാനാ. ഹായ്. ഞാനത് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ കേട്ടോ. കുഴപ്പമില്ല, ഇത്രയ്ക്ക് പ്രതീക്ഷ ഉണ്ടാവില്ലല്ലേ. അല്ല. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഓ, നല്ല ചൂടുണ്ടല്ലേ. ഗ്ലോബൽ വാർമിങ്ങിന്റെ എന്തോ അല്ല, ഗ്ലോബൽ വാർമിങ്ങിന്റെ ഭയങ്കര ചൂടുണ്ട്. ഓഫീസിൽ നിന്നാ. ഇന്ന് ആനുവൽ പ്രോഗ്രാമാണ്. അപ്പം അവിടെ നിന്ന് മുങ്ങിയതാ. പ്രോഗ്രാം ആണെങ്കിൽ പോയിക്കോളൂ. അല്ലല്ല, കുഴപ്പമില്ല. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഇല്ല, മീറ്റിംഗ് കഴിഞ്ഞു. ഞാൻ സ്കൂട്ടി എടുത്തിട്ടില്ല, ബസ് സ്റ്റോപ്പിൽ നിൽക്കാം അങ്ങോട്ട് വരാനായിട്ട്. ഞാൻ വന്നിട്ട് പറയാം. ശരി. സിന്ധു എങ്ങനെ പോകും? ഓഫീസ് ഇവിടെ അടുത്താ, അപ്പം ബസ് വിളിച്ച് പോകാൻ വെച്ചു. ഞാൻ പഠിച്ചതെന്ന് ഒരടയാളത്തിന് വേണ്ടി പറഞ്ഞാട്ടോ. പോട്ടെ. എന്താ ഈ ചെക്കനെ കണ്ടിട്ട്? എൻ്റെ ഒരു ഫോട്ടോ എടുത്തേക്കണോ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഞാൻ കൊടുത്തയച്ചു. കൊടുത്തു. ഞാൻ അന്ന് തന്നെ രവിയുടെ കയ്യിൽ കൊടുത്തായിരുന്നല്ലോ. നീ ഉണ്ടായിരുന്നില്ലേ ഞാനും എൻ്റെ ഒപ്പം? അമ്മയ്ക്കൊന്നും ഓർമ്മപ്പെടുത്തായിരുന്നില്ലേ? അവൻ മറന്നുണ്ടാവും. രവി പറഞ്ഞ കുട്ടീനെ നീ പോയി കണ്ട? ശരിയാവില്ല, അത് ഭയങ്കര തടിച്ചിട്ടൊരു കുട്ടിയാ. സ്കോർപിയൻ ക്ലാസിലെ ആദ്യ ഇന്ത്യൻ മുങ്ങക്കപ്പൽ INS കൽവരി നേവിയുടെ ഭാഗമായി ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള വളരുന്ന കൽവരി ഫ്രാൻസിന്റെ സഹായത്തോടെ ഇന്ത്യ നിർമ്മിക്കുന്ന
ഇതെന്തിനാ ചേച്ചി? മൂപ്പരുടെ നിപ്പ് കണ്ടപ്പോഴേ ആകെ പാവം തോന്നി. ചേച്ചി ഇതായാൽ കൊടുക്കാൻ പോവാ? കൊടുക്കല്ലേ? അത് ആൾക്കൊരു ഇൻസൾട്ടായി തോന്നൂലേ? ഒരു കണ്ണട കളഞ്ഞു കിട്ടിയാൽ നമ്മുടെ ഉടമസ്ഥന് കൊടുക്കൂലേ? അപ്പോൾ ഒരു വെപ്പല് കിട്ടിയാൽ തിരിച്ചു കൊടുക്കൂ? നീ ഒന്നും മിണ്ടാതിരുന്നേ, വെറുതെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ. ചേച്ചി ഇതിങ്ങ് തന്നേ, നമുക്ക് രവിമാമൻ്റെ കൊടുക്കാം. ആളല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത്? അതൊന്നും വേണ്ട, ഞാൻ തന്നെ കൊണ്ട് കൊടുത്തോളാം. നിങ്ങളിത് ആരടുത്തും പറയാമെന്ന് നിൽക്കണ്ട. ആ റഹീം, സിനിമ ഇഷ്ടമായ? സാർ ഇഷ്ടമായി. പിന്നെ മാസ്റ്റർ ഡയറക്ടർ അല്ലേ, ജീവിതം ഒരൊറ്റ ഫ്രെയിമിൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബ്രില്യൻറ്റ്. എന്താണ് റഹീമിൻ്റെ അഭിപ്രായം എന്താണ് സിനിമയെക്കുറിച്ച്? ഇതിന് ഡയറക്ടർ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, മരിച്ചു. ഈ മരിച്ചവരെ പറ്റി കുറ്റം പറയുന്നത് മോശമല്ലേ? അത് മോശമാണ്. എന്താ സാറേ സിനിമ കാണുന്നില്ലേ? ആ അതെ, ഒരു ഫോൺ വന്നേക്കും. ഹലോ പറയൂ. മാഷെ, ഞാനിവിടെ ക്യാമ്പസിന് പുറത്തുണ്ട്. മാഷ് കോളേജിലുണ്ടോ? ഇല്ല, ഞാൻ തിരക്കാണ്. ഇവിടെ ഒരു പ്രോഗ്രാമിലാണ്, ടൈം ഉണ്ടാവില്ല. എപ്പോൾ ഫ്രീ ആവുമായിരിക്കും? എനിക്കൊന്ന് മാഷിൻ്റെ ഹെയർ ക്യാപ്പ് എൻ്റെ കയ്യിലുണ്ട്. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങളെവിടെയുണ്ട്? ആ മാഷേ, നടക്കി മാഷേ, അവിടെ നിൽക്കി മാഷേ. നിങ്ങൾ ഇംഗ്ലീഷ് മാഷ് പോയിട്ടാ, ടീച്ചർ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളെവിടേക്ക് അത് മണ്ടണ്? ഞാൻ ടോയ്ലറ്റിൽ പോയിക്കോട്ടെ പ്ലീസ്. മാഷേ, ഞാൻ രാവിലെ വരാമെന്ന് വെച്ചത്, പക്ഷേ ഓഫീസിൽ കുറച്ച് തിരക്കായിപ്പോയി. മാഷ് ബുദ്ധിമുട്ടായോ? നിങ്ങൾ ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്നാണ് എനിക്ക് ബുദ്ധിമുട്ടായത്. എനിക്ക് ഞാനിത് കൊണ്ടുപോയിട്ട് പിന്നെ വേണ്ട, ഇങ്ങോട്ട് തന്നേക്ക് പ്ലീസ്. വലിയ ഉപകാരം. ശരി. ഒന്ന് നിൽക്കും മാഷേ, ഇവരെ കാണാൻ നിങ്ങൾ ഓടി വന്ന്. ആരാ മാഷേ അത്? അതെൻ്റെ ഒരു പഴയ സുഹൃത്താണ്. കയ്യിലെന്താ കോളൊക്കെ ഉണ്ടല്ലോ, നോക്കട്ടെ മാഷേ. തനിക്ക് എല്ലാവരും അറിയണോ? എന്താണ് മാഷേ? മാഷ് നിങ്ങളെ ഫ്രണ്ടല്ലേ അത്? മാഷ് വിട്ടോ, ഞാൻ വിളിക്കാം. ഏത് ഹോസ്പിറ്റലിൽ നോക്കി വിളിക്കാം. ഓക്കെ മേഡം, ഇതേ പറ്റിയോ? ഹോസ്പിറ്റലിൽ പോവാം. ഇപ്പോൾ ആക്സിഡൻ്റ് ആയി വന്നവരുടെ കൂടെ ആരാ ഉള്ളത്? കാർഡ് എടുക്കണം, CT സ്കാൻ ഉണ്ട്, ഇത് മരുന്നാണ്. പെട്ടെന്നാവട്ടെ കേട്ടോ.
പക്ഷേ ഒരു ഹെൽപ്പ് ചെയ്യോ? ഓ എൻ്റെ ആവശ്യത്തിന് ക്യാഷ് ഇല്ല. അതിനെന്താ, നമ്മളൊക്കെ ഇവിടെ നിങ്ങൾ ആ ബില്ലും കരി. എന്താ മാഷേ? ഒരു സെക്കൻഡ്. റഹീമേ, നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെ നിങ്ങൾ വേണ്ടപ്പെട്ട കുട്ടിയല്ലേ? ആണോ? ആണ്. അപ്പം നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നിങ്ങൾ വേഗം പോയി ബില്ലടച്ചു വരി. ഞാൻ ആ ഡോക്ടർ ഒന്ന് കാണട്ടെ. ചെല്ലു മാഷേ. ബില്ലട. സർ സർ, നിങ്ങളൊപ്പം വന്ന ഓട്ടോറിക്ഷക്കാർ ഒരു കവർ ഏൽപ്പിച്ചിട്ടുണ്ട്. അതാ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. കവറോ? അവിടെ കൊടുത്തിട്ടുണ്ട് കൗണ്ടർ. ഒരു കവർ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സാറിൻ്റെ ആണോ? സൂപ്രണ്ടിൻ്റെ മേശയിലുണ്ട്. സാർ ഇപ്പം വരും. ആൾക്ക് കുറച്ച് മെമ്മറി ലോസ് ഉണ്ട്. ആരെങ്കിലും കൂടെ കാണണം. ഇറങ്ങി പോകാണ്ടോ നോക്കണേ. വേറെ വിശേഷമൊന്നും ഇല്ലെങ്കിൽ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം. വീട്ടിൽ നിന്നാ ഞാനൊരിടത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവരറിഞ്ഞാൽ വെറുതെ ബേജാറാവും. നിങ്ങളിതൊന്നും പറയാൻ നിൽക്കണ്ട. ഇവിടെ നമ്മളൊക്കെ ഇല്ലേ? നിങ്ങൾ വീട്ടിൽ പോയിട്ട് വരി. അല്ലേ മാഷേ? അല്ല, എനിക്ക് നല്ല ക്ലാസ് ഉണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. രാവിലെ ഇവിടുന്ന് നേരത്തെ എണീച്ച് പോയാൽ പോരെ? പിന്നെ ഇവിടെ കൂടുതൽ ആൾക്കാനാവും ഇടങ്ങാറാ. നിങ്ങൾ പോയിട്ട് വരി. ശരി ശരി. എന്നാലേ ഇന്ന് തിങ്കളാഴ്ചയാ? ഇല്ല, അവരെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഹോസ്പിറ്റലിലാണ്. കൈക്ക് ചെറിയ പരിക്കുണ്ട്, അത്രേ ഉള്ളൂ. ഹലോ, ഞാൻ ഇത് പോയിട്ട് സൂപ്രണ്ട് സാർ ഏൽപ്പിച്ചതാ. ഇതാ നിങ്ങൾ പൊളിച്ചു നോക്കില്ലേ? ഇതാ വരുന്ന മൂപ്പര്. ഞങ്ങളാണ് നേരിട്ട് കൊടുത്തേ. സാറിൻ്റെ കവർ. പക്ഷേ താങ്ക്സ്. ഞാൻ നാളെ നേരത്തെ എത്തിക്കോളാം. ഓ, കുഴപ്പമില്ല. ഫ്രണ്ട് കൂടെ ഉണ്ടല്ലോ. എവിടെ പോണം? അതെന്ത് ചോദ്യാ മാഷേ? വീട്ടിൽ അമീർ ഒറ്റക്കല്ലേ ഉള്ളൂ. പിന്നെ അയാളൊരു ബോധമില്ലാത്ത മനുഷ്യനാ. എങ്ങോട്ട് ഇറങ്ങിപ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നാളെ കോളേജിൽ നിന്ന് കാണാം. ഹലോ ഹലോ, ഇതൊന്നും ഇവിടെ വയ്ക്കാൻ പറ്റില്ല. ചേച്ചി, വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാ? വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയതാണോ ഇതിൻ്റെ പ്രശ്നം? പാവാ ചേട്ടൻ അവിടെ ഒറ്റയ്ക്ക്. അത് ഒറ്റയ്ക്കൊന്നുമല്ല, അവിടെ കൂട്ടുകാരനുണ്ട്. എന്തായാലും ചേച്ചി ആളെ കാണാൻ പോകുമ്പോഴൊക്കെ ആൾക്ക് ദുരന്താണല്ലോ. ഇവർ കല്യാണം കഴിച്ച പൊളിക്കും. രണ്ടും ഇറങ്ങിപ്പോ. എനിക്കിടന്ന് ഉറങ്ങണം. പോ. ഗുഡ് നൈറ്റ് ചേച്ചി. ഗുഡ് നൈറ്റ്.